ആലപ്പുഴക്കാരുടെ ചിരകാല മോഹമായ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സ്വപ്ന സാഫല്യത്തിലേക്ക്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഒന്നാംഘട്ട നിർമ്മാണ പദ്ധതിയുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മവും ഡോക്ടർ തോമസ് ഐസക് എം.എൽ.എ. നിർവഹിച്ചു. വഴിച്ചേരി നടന്ന ചടങ്ങിൽ ജി സുധാകരൻ എം.എൽ.എ. അധ്യക്ഷത വഹിച്ചു. ഇതൊരു സ്ഥിരം രീതിയായിക്കൊണ്ടിരിക്കുക. നഗരസഭയുടെ ശുചീകരണ പരിപാടികളായാലും അല്ലെങ്കിൽ പൊതുപരിപാടികളായാലും കോൺഗ്രസ്, ഞാൻ മുഴുവൻ UDF-നെ കുറിച്ചും പറയും, ബഹിഷ്കരിക്കുന്നത് ഒരു നല്ല ജനാധിപത്യ രീതിയാണ്. വ്യത്യസ്ത രാഷ്ട്രീയമാകുമ്പോൾ വിമർശനങ്ങളൊക്കെ ഉണ്ടാവും, വിമർശനങ്ങളൊക്കെ പറയണം, തുറന്നു ജനങ്ങൾ തീരുമാനിക്കട്ടെ, അത് ശരിയെന്ന്. പക്ഷെ എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ കഴിയും. അപ്പൊ ഇന്നെന്താ ബഹിഷ്കരിക്കുന്നതെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് കൗതുകകരമായിട്ടുള്ള കാര്യമാണ്, പറയാനിരുന്ന് പാടില്ല. ഇതിന് തറക്കല്ലിടുന്നത് സ്ഥലം MLA ഞാനാണ്. അതുകൊണ്ടാണ്. ഇത്ര അത്യാവശ്യമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാനതങ്ങ് മാറിയാൽ എനിക്ക് വലിയ വാശിയൊന്നും ഇല്ല കയറണമെന്നുള്ളത്. ആലപ്പുഴ ബീച്ച് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ഇതുവരെ ബീച്ച് ഫെസ്റ്റിവലിന്റെ ചെയർമാൻ സ്ഥലം MLA. എന്നാൽ എംപിക്ക് ആ സ്ഥാനം വേണമെന്നൊരു മോഹമുണ്ട് എന്ന് കളക്ടർ പറഞ്ഞപ്പോൾ ഞാൻ ആയിക്കോട്ടെ. ഇവിടൊക്കെ ആർക്ക് ഇത്ര വലിയ വാശി ഈ സ്ഥാനത്തെല്ലാം കയറിയിരിക്കണമെന്ന്? ഇങ്ങനെ മനുഷ്യന്മാര് കൊച്ചാണ്. ഇതിങ്ങനെ സ്ഥിരം നടക്കുന്നൊരു നാടകമായതുകൊണ്ട് ഇനി തുറന്നു പറഞ്ഞു പോകാമെന്ന് പറഞ്ഞു. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അപ്പോൾ ഇതൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതിയാണ്. നമ്മുടെ നഗരത്തിലെ പ്രശ്നങ്ങളൊക്കെ ഫലപ്രദമായിട്ട് പരിഹരിക്കുന്നതിന് ഈ രീതിയിലുള്ള രാഷ്ട്രീയ ബഹിഷ്കരണം ഒരു വലിയ തടസ്സമായിട്ട് മാറും. നഗരസഭാ ചെയർപേഴ്സൺ മേഴ്സി ഡയന മാസുറാവ്, വൈസ് ചെയർമാൻ ബി അൻസാരി, കൌൺസിലർമാരായ റോഡ്രിക്സ്, കെ ബാബു, MG സതീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. വഴിച്ചേരിയിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് വേണ്ടി നിർദ്ദേശിച്ച സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ലോറി സ്റ്റാൻഡ് മാറ്റുന്നത് സംബന്ധിച്ചുണ്ടായ കാലതാമസവും നിർമ്മാണ കരാറിലെ തർക്കവും മൂലം കുരുക്കഴിയാതെ ദീർഘനാളായി ഗണപതി കല്യാണം പോലെ നീണ്ടുപോവുകയായിരുന്ന ആലപ്പുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന ചിരകാല സ്വപ്നത്തിനാണ് ശിലാസ്ഥാപന കർമ്മത്തോടെ പ്രതീക്ഷയുടെ ചിറക് വിരിച്ചത്. 2 ഘട്ടങ്ങളിലായാണ് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. യാത്രക്കാർക്കുള്ള വിശ്രമമുറിയും ചുറ്റുമതിലും ചേർന്നാണ് ഒന്നാം ഘട്ടം. വിപുലമായ കെട്ടിട സമുച്ചയത്തോടെ 2ാം ഘട്ടം എന്നിങ്ങനെയാണ് ക്രമീകരണങ്ങൾ.